നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒരു ശക്തമായ സൗഖ്യത്തിലേക്ക് വരുവാൻ, വിടുതൽ കിട്ടുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പാപത്തിൻ്റെ ജീവിത വഴികൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം. പാപത്തെ ഓർത്ത് അനുദപിക്കണം. എന്നേക്കുമായിട്ട് പാപത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കാനൊരു തീരുമാനമെടുക്കണം. പാപം ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് അനുഗ്രഹത്തിലേക്ക് വരുവാൻ പറ്റില്ല. ഹല്ലേലൂയ. ക്ഷമിക്കാതെ അനുഗ്രഹത്തിലേക്ക് വരുവാനും സൗഖ്യം പ്രാപിക്കാനുമായിട്ട് പറ്റില്ല. സൗഖ്യം വേണോ അനുഗ്രഹം വേണോ, നമ്മൾ നന്നായിട്ട് അനുദപിക്കണം, പാപജീവിതം ഉപേക്ഷിക്കണം, ക്ഷമിക്കാനുള്ളത് ക്ഷമിക്കണം. ആ ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിലേ നമുക്ക് പൂർണ്ണമായൊരു അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പാപത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടു. ഞാൻ അനുതാപമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, പിതാവിൻ്റെ ജീവൻ എന്നതുപോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. ഒരുവൻ നീതിമാനും പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഉണ്ടോ? എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. ബാക്കി വായിച്ചു. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ, ദൈവിക ജീവൻ, അത് നിർജീവമാകും, ജീവൻ നശിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. 7 മുതലുള്ള വചനങ്ങൾ, അതേ അധ്യായം, എസെക്കിയേൽ 18-7 മുതൽ 9 വരെ വചനങ്ങൾ. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല, കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു, കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. ഉണ്ടോ? അവൻ പലിശ വാങ്ങുന്നില്ല. അന്യായ പലിശ പാടില്ല. പലിശയെക്കുറിച്ച് ഇവിടെ പറഞ്ഞോ? പലിശയുടെ കാര്യം പറഞ്ഞോ? ഇല്ല. അവൻ പലിശ വാങ്ങാൻ പാടില്ലെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ വചനം ഞാൻ പറയാം, ഇത് വായിച്ചു തീർത്തിട്ട്. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. ലാഭമെടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായമായ ലാഭം എടുക്കാം, കൊള്ള ലാഭം, അന്യായ ലാഭം എടുക്കാൻ പാടില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യം അനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസത്തോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഒരു നീതിമാൻ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയാണ്. അവൻ വിശക്കുന്നതിന് ആഹാരം കൊടുക്കും, വസ്ത്രം കൊടുക്കും, അധാർമികമായ പ്രവൃത്തികളൊന്നും ചെയ്യത്തില്ല, പണം പലിശയ്ക്ക് കൊടുക്കത്തില്ല, വിശ്വസ്തനായിരിക്കും എന്നൊക്കെയാണ് ദൈവ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായം 19-ാം വചനം, നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. വചനം പറയുന്നു ഒന്നും പലിശയ്ക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത്. പണം നമ്മൾ പലിശ മേടിക്കാനോ കൊടുക്കുക അങ്ങനെ പാടില്ലെന്നാണ്. കൊടുക്കരുത്, നമ്മുടെ പണം കൊടുക്കരുത്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും പണം പലിശയ്ക്ക് കൊടുക്കാൻ ഒരു കണ്ടീഷനുണ്ട്. പലിശയ്ക്ക് കൊടുക്കാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ബാങ്ക് പലിശ നമുക്ക് മേടിക്കുന്നതിന് ഒരു തെറ്റുമില്ല. ബാങ്ക് പലിശ മേടിക്കുന്നതിന് ഒരു തെറ്റുമില്ല. തെറ്റുണ്ടോ? ഇല്ല. ബാങ്ക് പലിശയാണ്, നിയമമാണത്, മേടിക്കാം. 100 രൂപയ്ക്ക് 2 രൂപ, 3 രൂപ, 5 രൂപ, 8 രൂപ, 10 രൂപ വരെയൊക്കെ പലിശ മേടിക്കുന്ന അധാർമിക പലിശ മേടിക്കുന്നതിനുണ്ട്. ഉണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? തൃശ്ശൂർ ജില്ലയിലുണ്ടോ? ഉണ്ട്. ഇത് ഭയങ്കര തെറ്റാണ്. ഇങ്ങനെ ചെയ്യുന്നവൻ്റെ കുടുംബം തലമുറ നശിച്ചു പോകും. അധാർമികമാണിത്. 2 രൂപ, 3 രൂപ, 5 രൂപ, 8 രൂപ, 10 രൂപക്ക് 100 രൂപയ്ക്ക് പലിശ. 100 രൂപ, 1000 രൂപ കൊടുത്താൽ അതുപോലെ പലിശ മേടിക്കുക. മാസം എന്താ അനീതിയുടെ അങ്ങേറ്റമല്ലേ ഈ ചെയ്യുന്നത്? ഇങ്ങനെ ഒരിക്കലും ആരും ചെയ്തുകൊണ്ട് നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പണം പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്
ഒഴിവാക്കണം, ഒരിക്കലും അത് ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പാപകരമായ വഴികളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, പാപം ചെയ്താൽ വ്യഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, മറ്റു പാപങ്ങൾ, ഗൗരവമേറിയ പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ച് കടന്നുപോയാൽ അത് തകർച്ചയ്ക്ക് കാരണമാകും. പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, ഗൗരവമേറിയ പാപങ്ങൾ തലമുറകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ അടുത്ത തലമുറകൾ അനുഭവിക്കേണ്ടി വരും. അത് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഞാനൊന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുക. 2 സാമുവേൽ 11, 12, 13 ആ അധ്യായങ്ങളിൽ അങ്ങോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാം. ഞാൻ ചുരുക്കി ആ സംഭവങ്ങൾ ഒന്ന് പറയാം. ഹല്ലേലൂയ. അതായത് ദാവീദ് രാജാവിന് ഒരു തെറ്റ് സംഭവിക്കുക. 2 സാമുവേൽ 11 അധ്യായം. നിങ്ങൾ ഈ അധ്യായങ്ങളെ കുറിച്ച് വയ്ക്കുക, ഒത്തിരി ഉള്ളത് കൊണ്ട് പിന്നീട് വായിച്ചു നോക്കിയാൽ 11, 12, 13, ഒരു 17 വരെ അധ്യായങ്ങൾ വായിച്ചു. ദാവീദ് രാജാവ് വൈകുന്നേരം സായാഹ്നമായപ്പോൾ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ കാണുകയാണ് ഒരു സ്ത്രീ ഇങ്ങനെ കുളിക്കുന്ന ഒരു കാര്യം കാണുകയാണ്. ദാവീദിനെ അത് പാപത്തിലേക്ക് നയിക്കുക. ദാവീദ് അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ആളയച്ച് അവളെ വീട്ടിൽ വരുത്തി, എന്നിട്ട് അവളുമായിട്ട് പാപം ചെയ്തു, അവളോടൊപ്പം പാപം ചെയ്തു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇസ്രായേലിൻ്റെ രാജാവാണ് ദാവീദ്. ദൈവം തെരഞ്ഞെടുത്ത കർത്താവിൻ്റെ അഭിഷിക്തനാണ് ദാവീദ്. ദാവീദ് ചെയ്തത് വലിയ ഒരു പാപമായിരുന്നു. ഈ പാപം ചെയ്ത ദാവീദിന് പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ദാവീദ് തെറ്റ് ചെയ്തു. പിന്നീട് ഇത് ഉറിയയുടെ ഭാര്യയായിരുന്നു ബത്സേബ. അവൾ ഗർഭിണിയായി. അവൾ രാജാവിനെ വിവരം അറിയിച്ചു, ഞാൻ ഗർഭിണിയായിരിക്കണം. അപ്പോൾ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? പടക്കളത്തിലായിരിക്കുന്ന ഇസ്രായേലും യൂദായും ശത്രുക്കെതിരെ യുദ്ധത്തിലാണ്. പടക്കളത്തിലായിരിക്കുന്ന ഉറിയായെ വരുത്തുകയാണ്. ഉറിയായെ വരുത്തിയിട്ട് പറഞ്ഞു, നീ യുദ്ധക്കളത്തിലൊക്കെ ആയിരുന്നല്ലോ, വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഉറിയ വീട്ടിൽ പോയില്ല. അന്ന് അവിടെ പടിപ്പുരവാതക്കൽ അവിടുത്തെ ആളുകളുടെ കൂടെ അവിടെ ഉറിയ കിടന്നുറങ്ങി. രാജാവ് പിറ്റേ ദിവസം അറിയുന്നു ഉറിയ വീട്ടിൽ പോയിട്ടില്ല. പിറ്റേ ദിവസം ദാവീദ് എന്താ ചെയ്തത്? ഉറിയായെ വിളിച്ചു വരുത്തി, എന്നിട്ട് നന്നായിട്ട് മദ്യം കൊടുത്തു. മദ്യപിച്ച് ലഹരി പിടിച്ച് മത്തനായ ഉറിയ അന്നും വീട്ടിൽ പോയില്ല. ഉറിയ രാത്രിയിൽ അവിടെ രാജഭൃത്യന്മാരുടെ വിരിപ്പിൽ അവിടെ കിടന്ന് ഉറങ്ങി. അതിൻ്റെ അടുത്ത ദിവസം മനസ്സിലായി ഉറിയ പോയിട്ടില്ലെന്ന്, അല്ല വീട്ടിൽ പോയില്ലെന്ന്. രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കത്തെഴുതിയിട്ട് ഉറിയാടെ കൊടുത്തിട്ട് പറഞ്ഞു, നീ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ കത്തിനകത്ത് യോവാബിന് സേനാനായകനുള്ള കത്താണ്. യുദ്ധക്കളത്തിൽ ഇവനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുക, എന്നിട്ട് സൈന്യം പിന്മാറുക, ഉറിയ വധിക്കപ്പെടണം. അപ്പം ദാവീദിന് ഒരു നോട്ടത്തിലൂടെ സംഭവിച്ച പാപം, ഒരു നോട്ടം അത് അടുത്ത പാപമായിട്ട് മാറുകയാണ്. അവസാനം ഉറിയ എന്ന നിഷ്കളങ്കനായ മനുഷ്യനെ വധിക്കുകയാണ്. ഇടയ്ക്ക് ഉറിയ പറയുന്നുണ്ട്, ഇസ്രായേലും യൂദയായും യുദ്ധക്കളത്തിലാണ്. യോവാബാണ് യുദ്ധക്കളത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. അവരെല്ലാം യുദ്ധക്കളത്തിലായിരിക്കും. ഞാനെങ്ങനെ നന്നായിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ വീട്ടിൽ സന്തോഷത്തിലായിരിക്കും? എനിക്കതിന് പറ്റില്ല. ശരിക്കും രാജാവിനെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഉറിയ. നല്ല മനുഷ്യനാണ്. പിന്നീട് സംഭവിക്കുന്നത്, യുദ്ധക്കളത്തിൽ വെച്ച് ഉറിയ വധിക്കപ്പെട്ടു. ഹല്ലേലൂയ. രാജാവിൻ്റെ പിന്നീടുള്ള കള്ള നിലവിളിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിലവിളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ബത്സബയെ വരുത്തി കല്യാണം കഴിച്ചു, കൊട്ടാരത്തിലാക്കി അവളെ. ഹല്ലേലൂയ. അപ്പം ഒരു നോട്ടമാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഒരു നോട്ടം വന്ന പാപം, അടുത്ത പാപം, കൊലപാതകം, അവസാനം ഇങ്ങനായി. ഇനി നമ്മൾ 12-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. 2 സാമുവേൽ 12-ാം അധ്യായം. ദാവീദ് രാജാവ് ഈ തെറ്റുകളെല്ലാം ചെയ്തു. ഈ തെറ്റുകളെല്ലാം സംഭവിച്ച ദാവീദ് അങ്ങനെ നല്ല മിടുമിടുക്കനായിട്ടിരിക്കുമ്പോൾ
ദൈവത്തിൻ്റെ പ്രവാചകനായ നാഥാൻ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നു. കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ദാവീദ് രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ചെയ്തത് അത്ര ശരിയായില്ല. എന്നിട്ടൊരു കഥ പറയുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു പെണ്ണാട്ടുകുട്ടിയും 2-3 കുഞ്ഞാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നഗരത്തിൽ ഒരു ധനവാനും ദരിദ്രനുമുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യന്, ധനവാന് ധാരാളം ആടുകളുണ്ട്, പാവപ്പെട്ട മനുഷ്യന് ഒരു പെണ്ണാട് 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം, അതായത് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവനാ ഈ ആടും കുഞ്ഞുങ്ങളുമൊക്കെ. പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? നാഥാൻ പറയുന്ന കാര്യം ഇതാണ്: ഈ ധനവാനായ മനുഷ്യൻ ഈ പാവപ്പെട്ട മനുഷ്യന്റെ പെണ്ണാട്ടുകുട്ടിയെ പിടിച്ച് കൊന്ന കറി വെച്ച് ഭക്ഷിച്ചു. ശരിയോ തെറ്റോ? രാജാവിന് ചാടി എഴുതിട്ട് പറഞ്ഞു, അത് ചെയ്തത് ആരായാലും തെറ്റാണ്, അവൻ വധിക്കപ്പെടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് ചെയ്തവൻ മരിക്കണം. മുഖത്തു നോക്കിക്കൊണ്ട് നാഥാൻ പ്രവാചകൻ പറയുകയാണ്, അത് ചെയ്തത് നീ തന്നെയാണ്, ആ മനുഷ്യൻ നീ തന്നെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവോളിൽ നിന്ന് രക്ഷിച്ചു. കുറെ കാര്യം പറയുന്നുണ്ട് ദൈവം. ഇതൊക്കെ ചെയ്തതാ, നീ ചെയ്തത് ഗൗരവമേറിയ പാപമാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി നാഥാൻ പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് പറയാണ് അടുത്ത വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച്. 9 വചനങ്ങൾ, 12:9. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമോര്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഉറിയ നീ കൊല്ലിച്ചു, അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഉറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. ഉണ്ടോ? ഹിത്യനായ ഉറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയുണ്ട്, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചാരിയുടെ വീട്ടിൽ നിന്ന് വാൾ ഒഴിയത്തില്ല. കലഹം, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വ്യഭിചാരികളുടെ വീട്ടിൽ എന്നുമുണ്ടായിരിക്കും. വ്യഭിചാരിയുടെ കുടുംബം രക്ഷപ്പെടുക പ്രയാസമാണ്. വാൾ ഒഴിയത്തില്ല. വാൾ എന്ന് പറഞ്ഞാൽ, വാൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, വെട്ടിയാൽ മുറിയും. ആ വാള് നിൻ്റെ വീട്ടിലുണ്ടായി. വ്യഭിചാരിയുടെ വീട്ടിൽ നിന്ന് വാൾ ഒഴിയത്തില്ല. തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാകും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോട് ശയിക്കും, നീ ഇത് രഹസ്യമായി ചെയ്തു, ഞാനിത് ഇസ്രായേലിന്റെ മുമ്പിൽ പട്ടാപ്പകൽ ചെയ്യിക്കും. കർത്താവിൻ്റെ ശിക്ഷയാണ് അങ്ങോട്ട് വരുന്നത്. ഇതുപോലെ തന്നെ പിന്നെ സംഭവിക്കാം. ഇത്രയും കേട്ടപ്പോഴത്തേക്കും ദാവീദിന് സങ്കടമായി. ദാവീദ് അനുതപിക്കുന്നുണ്ട്. അടുത്ത 13-14 പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു, നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. ഹല്ലേലൂയാ. നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. അടുത്ത ശിക്ഷയായി അവിഹിത ഗർഭമായത്. ആ കുഞ്ഞ് ജനിച്ചു, രോഗം ബാധിച്ചു, കുഞ്ഞ് മരിച്ചു പോവുകയാണ്. തുടർന്നുള്ള അങ്ങോട്ട് നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങൾ കാണാൻ പോവുകയാണ്. ദാവീദിന് അന്നത്തെ കാലമാണ്, പല ഭാര്യമാരുണ്ട്, അതിൽ മക്കളുണ്ട്. അമ്നോന്, താമാർ, അബ്സലോം ഒക്കെയുണ്ട്, മറ്റു മക്കളൊക്കെയാണ്. എല്ലാം ദാവീദിൻ്റെ മക്കളാണ്. അക്കൂട്ടത്തിൽ താമാർ എന്ന ദാവീദിൻ്റെ മകൾ സുന്ദരിയായിരുന്നു. അവളെ സ്വന്തമാക്കുവാനായിട്ട് മറ്റൊരു മകൻ മറ്റു ഭാര്യയുടെ മകനാണ് അമ്നോൻ താല്പര്യപ്പെടുത്തു. അങ്ങനെ അവളെ ചതിവിൽപ്പെടുത്തി. അടുത്ത അധ്യായത്തിൽ ചുരുക്കി പറയണം, അവളെ ചതിവിൽപ്പെടുത്തി, അവളുടെ ജീവിതം നശിപ്പിച്ചു, അവളെ റേപ്പ് ചെയ്തെന്ന് പറയാം. അവൾ നിലവിളിച്ച് അബ്സലോമിൻ്റെ പെങ്ങളാ, അബ്സലോമിൻ്റെ അടുക്കൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു. അബ്സലോമിൻ്റെ മനസ്സിൽ കടുത്ത വൈരാഗ്യം ഉടലെടുക്കുകയാണ്. ഉണ്ടോ? ആ വീട്ടിൽ, ആ കുടുംബത്തിൽ
വാൾ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ വായിക്കുന്നു, അബ്സലോം ഇങ്ങനെ കാത്തിരുന്നു. 2 വർഷങ്ങൾ പിന്നിട്ടു. ആടുകളുടെ രോമം കത്തിരിക്കുന്ന ആ ഉത്സവത്തിൻ്റെ ദിനങ്ങൾ വന്നപ്പോൾ അബ്സലോം ചെന്ന് ദാവീദിനോട് പറഞ്ഞു, ഉത്സവത്തിന് അങ്ങ് വരണം. പിന്നെ ദാവീദ് പറഞ്ഞു, ഞാൻ വരുന്നില്ല. പിന്നെ ഒരു കാര്യം ചെയ്യുക, അങ്ങയുടെ മകൻ അമ്നോനെ വിടണം. ഓക്കെ, കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അമ്നോനും മറ്റ് രാജകുമാരന്മാരും അവരൊക്കെ വന്നു. ആടുകളുടെ രോമം കത്തിരിക്കുന്ന അത് വലിയൊരു ആഘോഷമാണ് അവരുടെ. ആ ആഘോഷം നടക്കുന്നതിന് മുൻപ് തന്നെ അബ്സലോം എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞിരുന്നു, അമ്നോനിനെ നന്നായിട്ട് മദ്യപിപ്പിക്കണം. ഇതുതന്നെ ദാവീദ് നേരത്തെ ജയിച്ച ആണോ? പറയുന്നേ ആണോ? ഇതേ ദാവീദ് ജയിച്ചു തന്നെ മക്കൾ ചെയ്യുന്നതും അനുഭവിക്കുന്നതും നിങ്ങൾ കണ്ടു. ഒരു കാര്യം കുറിച്ച് വെച്ചോളുക, വ്യഭിചാരം, മന്ത്രവാദം, ആഭിചാരം, അപ്പനെ തല്ലുക, അധാർമികത ചെയ്യുക, അമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുക, വൈദികരെ പീഡിപ്പിക്കുക, ദ്രോഹം ചെയ്തിരുക, തലമുറയായിട്ട് അതിൻ്റെ തകർച്ച ഏറ്റുവാങ്ങേണ്ടി വരും. ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, ആരും പേടിക്കണ്ട, അനുദപിച്ചാൽ മതി, കർത്താവ് മാപ്പ് തരും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.